സുവിശേഷത്തിന്റെ സൗഖ്യാനുഭവം കാരുണ്യമായി പ്രഘോഷിക്കുന്ന ദൈവവിളികൾ. ക്രൂശിതനെ പ്രതി ജീവിതം സമർപ്പണം ചെയ്ത സന്യാസിനികൾ. ഇത് പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ ജനറൽ ഫിസിഷ്യനായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടർ ഉഷസ് FCC. കൊറോണ എന്ന മഹാമാരി ആരംഭിച്ച കാലം മുതൽ ഈ ഹോസ്പിറ്റലിലെ കൊറോണ വാർഡിൽ സ്തുത്യർഹമായ സേവനം നിർവഹിക്കുന്ന സിസ്റ്റർ ഡോക്ടർ ഉഷസ് അനേകം രോഗികൾക്ക് പ്രത്യാശ പകരുകയും അവർക്ക് സൗഖ്യം പകരുകയും ചെയ്തു. മഹാമാരിയുടെ ഈ കാലഘട്ടത്തിലെ സ്തുത്യർഹമായ സേവനത്തിന് ഈ നാടിൻ്റെ ആകെ പ്രശംസ നേടിയ ഈ സന്യാസിനി തൻ്റെ ഈ ദൈവവിളിയുടെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജീവൻ നൽകുന്നത് ദൈവമാണ്. ജീവൻ താൻ ആഗ്രഹിക്കുമ്പോൾ തിരിച്ചെടുക്കുന്നതും ദൈവം തന്നെയാണ്. ഇതിനിടയിൽ ജീവൻ രക്ഷിക്കുന്ന ചിലരുണ്ട്, ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഏറെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നവർ. നമ്മുടെ കൂടെ അവരുടെ പ്രതിനിധിയായിട്ട് ഒരാളുണ്ട്. ഏറെ സ്നേഹത്തോടെ ഡിവൈൻ കോളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് FCC സന്യാസിനി സമൂഹത്തിൻ്റെ എറണാകുളം അങ്കമാലി പ്രൊവിൻസ് അംഗമായ പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനായ സിസ്റ്റർ ഡോക്ടർ ഉഷസ് FCC. സിസ്റ്റർ ഡിവൈൻ ഗോളിലേക്ക് സ്വാഗതം. സിസ്റ്റർ, ഒത്തിരി സന്തോഷം സിസ്റ്ററിനോടൊപ്പം ആയിരിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഏറെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന അനേകം ഡോക്ടർമാരുടെ, അതിൽ തന്നെ അനേകം സന്യാസിനിമാരുടെ പ്രതിനിധിയായിട്ട് സിസ്റ്റർ ആയിരിക്കുകയാണ്. സിസ്റ്റർ ഒരു യുവ സന്യാസിനിയാണ്, സന്യാസിനിമാരിലെ ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ്. എങ്ങനെയാണ് സിസ്റ്ററിൻ്റെ ഒരു ദൈവവിളി, എങ്ങനെയാണ് ഈ ഒരു ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്നൊന്ന് പറയാമോ? എൻ്റെ വീട് കിഴക്കമ്പലം ഇടവാംഗം. വീട് അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരെ പള്ളിക്കരയാണ്. വീട്ടിൽ അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചി മരിച്ചിട്ട് 25 വർഷമായി. പിന്നെ ഒരനീത്തി, ഒരാങ്ങള, ഞാൻ മൂത്തത്. ദൈവവിളിക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗം എൻ്റെ അമ്മച്ചിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മച്ചിയുടേതായിട്ടൊരു പ്രാർത്ഥന, ഒരു 10 മിനിറ്റ് പ്രാർത്ഥനയുണ്ട്. അതിലൊരു സെൻറ്റൻസ് ഞാൻ കേട്ടിട്ടുണ്ട്: ദൈവമേ, അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യാൻ എൻ്റെ മക്കളിൽ ആരെങ്കിലും വിളിക്കണേന്ന്. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കതിൻ്റെ അർത്ഥമൊന്നും വലിയ കാര്യമായിട്ടൊന്നും അന്ന് മനസ്സിലായിട്ടില്ല. പിന്നീട് മഠത്തിലൊക്കെ ചേർന്ന് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലായേക്കണത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഞാൻ മഠത്തിൽ പോകുന്നതെന്ന്. അത് നമ്മൾ ഈ കളിയാക്കി പറയാറ് പോലെ അങ്ങനെ ഒരു നേർച്ചക്കോഴിയുടെ പോലത്തെ ഒരു ലെവലല്ല. ശരിക്കും അവരത് ആഗ്രഹിച്ചു. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ചിലപ്പം അങ്ങനെ ഒരു ആഗ്രഹം വന്നു കാണും. ഈ ഒരു കോൺഗ്രേഷൻ എത്തുമ്പോൾ ഒരു സാധാരണ സന്യാസിനിയല്ല, ഒരുപാട് സന്യാസിനിമാരിൽ അപൂർവം ആൾക്കാരെ മാത്രമാണ് ഈ വൈദ്യരംഗത്ത് അല്ലെങ്കിൽ ഡോക്ടറാകാനൊക്കെ സന്യാസിനി സമൂഹത്തിൽ നിന്ന് വിടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ശുശ്രൂഷയെ സിസ്റ്റർ നേരത്തെ ആഗ്രഹിച്ചിരുന്നോ, അതോ മേലധികാരികൾ പറഞ്ഞ് സിസ്റ്റർ പോവുകയായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു പഠന മേഖലയും ആ ഒരു രംഗത്തേക്കുള്ള കടന്നുവരവൊക്കെ? ഞാനിപ്പോൾ സന്യാസ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഡോക്ടർ എന്നത് ഒരു എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു പ്രത്യേക പ്രിഫറൻസ് അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഓരോരുത്തരെ പറ്റുമെന്ന് തോന്നുന്നത് കൊണ്ടും കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ടും അധികാരികൾ എന്നെ വിട്ടു. പക്ഷേ സത്യത്തിലൊരു 7ാം ക്ലാസ് വരെ നമ്മളോട് വാട്ട് ഈസ് യുവർ അംബീഷൻ എന്ന് ചോദിക്കുമ്പോൾ അന്നൊക്കെ ഐ വാണ്ട് ടു ബിക്കം എ സിസ്റ്റർ എന്നാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. നമ്മൾ പേപ്പറിൽ ടീച്ചേഴ്സ് എഴുതിക്കുമല്ലോ. പിന്നെ 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ കൂട്ടുകാരോട് പറയാനൊരു ചമ്മൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ എഴുത്ത് നിർത്തി. എന്നാൽ പിന്നെ എൻ്റെ ഓർമ്മയിൽ ഒരു 8ാം ക്ലാസ് തൊട്ട് മൈ അംബീഷൻ ഈസ് ടു ബിക്കം എ ഡോക്ടർ എന്നാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ മടത്തി ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ വിട്ടു. പിന്നെ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ പഠിക്കാൻ MBBS പോകാമെന്ന് അധികാരികൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ പണ്ടും ആഗ്രഹം ഉണ്ടായതുകൊണ്ട് സമ്മതിച്ചു. അങ്ങനെ സിസ്റ്റർ അപ്പം ശരിക്കും പറഞ്ഞാൽ സിസ്റ്ററുമായി ഡോക്ടറുമായി 2 അംബീഷനും സാധിച്ചിരിക്കുകയാണ്. സിസ്റ്ററിൻ്റെ ഡോക്ടറാകാനുള്ള പഠന മേഖലകളിലൊക്കെ എവിടെയായിരുന്നു MBBS MD തുടങ്ങിയ പഠനങ്ങളൊക്കെ? MBBS പഠിച്ചത് നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. PG ചെയ്തത്
ആദ്യ ചുഞ്ചനാഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. പക്ഷെ അവിടെയും ഒറ്റയ്ക്ക് കർത്താവിന് സാക്ഷ്യം അവർ ഒരു നണ്ണിനെ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത്. അവിടെ ഒരു നണ്ണ് ആദ്യമായിട്ടാണ് അവിടെ പഠിക്കുന്നത്. വലിയ ഐഡിയ ഒന്നും ഇല്ല ഒരു നണ്ണ് ആരാണെന്നുള്ളതിന്. അപ്പോൾ അവിടെയും ഒരു പരിചയമില്ലാത്തൊരു ലോകത്ത് കർത്താവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരു 3 വർഷം എനിക്ക് സാധിച്ചു. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് പറഞ്ഞപ്പം 3 വർഷം വളരെ എന്താ പറയുന്നത്, നമുക്കൊട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു ചുറ്റുപാടിൽ, പ്രത്യേകിച്ച് ഒരു സന്യാസിനി എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു സന്യാസാലയത്തിൽ സന്യാസിനികളോട് കൂടിയൊക്കെ ജീവിക്കുന്ന കോമൺ പ്രെയർ ടൈം, ഒരുമിച്ചുള്ള സമയം, ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് തന്നെ ഒരുപക്ഷെ ഒരു സാധാരണ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈശോയോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനൊക്കെ സാധിച്ചത്? എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ, ഉറപ്പായിട്ടും ആ 3 വർഷങ്ങളിൽ. MBBS എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് കുറവാണ്, പഠിത്തമാണ് കൂടുതൽ. PG ലൈഫ് എന്ന് പറഞ്ഞാൽ പണിയാണ് കൂടുതൽ. പഠിത്തത്തിന് പിന്നെ നമ്മൾ തന്നെ എക്സ്ട്രാ ടൈം കണ്ടെത്തി പഠിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഡ്യൂട്ടി. പിന്നെ അതൊരു പക്ക വില്ലേജ് ഏരിയയാണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹെക്റ്റിക് ലൈഫാണ്. ആ സമയത്തും നമ്മുടെ പേഴ്സണൽ പ്രെയറും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെത്താൻ തന്നെ നമ്മുടെ റിലീജിയസ് ലൈഫിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു സന്യാസിനി എന്ന നിലയിൽ അവിടെ കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും തലയിലും, നമ്മൾ PG ആണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് ജൂനിയർ ഡോക്ടറാണ്, എന്നാലും ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ആ തലയിലും കൊണ്ടുള്ള ഡോക്ടറെ അന്വേഷിച്ചാണ് പേഷ്യൻസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 3 മാസം ഞങ്ങൾ കോളേജിൽ നിന്ന് വിട്ട് ബാംഗ്ലൂർക്ക് എക്സ്പോഷർ പ്രോഗ്രാമിന് വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ കഴിഞ്ഞ 3 മാസം ഞങ്ങൾക്ക് തലയ്ക്ക് സൂര്യക്കേടായിരുന്നു, ഇവിടെ തലയിലും കൊണ്ടുള്ള ഡോക്ടറെ അന്വേഷിച്ചാണ് പേഷ്യൻറ്റിന് വന്നുകൊണ്ടിരുന്നത്, ഇനി ഞങ്ങൾക്ക് സമാധാനമായി എന്നും പറഞ്ഞു. അപ്പം അത്രയ്ക്കും എൻ്റെ ഒരു ലൈഫ് അവിടെ ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം. ഉറപ്പായിട്ടും സിസ്റ്റർ, കാരണം തമ്പുരാന് പൂർണ്ണമായിട്ടും കൊടുത്ത ജീവിതമാണെങ്കിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവരെ പരിഗണിക്കേണ്ടത്, അവരെ ഒന്ന് സംരക്ഷിക്കേണ്ടതൊക്കെ തമ്പുരാൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. തമ്പുരാൻ അത് വളരെ മനോഹരമായി ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ സിസ്റ്റർ പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തെ പറ്റി, അതായത് നേരെ പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്, ആ ഒരു സിസ്റ്ററിൻ്റെ തുടർന്നുള്ള കാലഘട്ടത്തെ പറ്റി പെട്ടെന്ന് പറയാമോ? PG കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷം കൊട്ടിയം ഹോളി ക്രോസിൽ എക്സ്പീരിയൻസിന് വേണ്ടി പോയായിരുന്നു. അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായതുകൊണ്ട്, പിന്നെ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലായതുകൊണ്ടും ഒരു സിസ്റ്ററിനെ പറ്റിയൊരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് 1 വർഷം അവിടെ പോയി. ഓൾമോസ്റ്റ് കാർഡിയോളജി, ഗ്യാസ്ട്രോ, നെഫ്രോ, ന്യൂറോ ഒക്കെ എല്ലാ മാസവും കുറച്ച് എക്സ്പീരിയൻസിന് വേണ്ടി പോയായിരുന്നു. അവിടുന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇപ്പം 2 വർഷം കഴിഞ്ഞു. വന്നൊരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും കോവിഡും തുടങ്ങി. അപ്പം പഠിച്ചിറങ്ങി എക്സ്പീരിയൻസും കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് നമുക്ക് ഈ ഒരു കോവിഡിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത, കോവിഡ് കാലഘട്ടത്തിൽ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന പോലെയായി. തുടക്കത്തിൽ തന്നെ ഈ കോവിഡ് രോഗികളെ, തുടക്കത്തിൽ തന്നെ ഞാൻ തന്നെയാണ് ഇപ്പം കോവിഡ് രോഗികളുടെ ചാർജ്. ആദ്യമേ ഒന്നും ആരും ആ പ്രദേശത്തേക്ക് ഒരു ഐസൊലേറ്റഡ് ഇതായിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനോ, എല്ലാവരും പോസിറ്റീവാണെന്ന് കേൾക്കുമ്പോൾ ആകെ പകച്ചു നിന്നൊരനുഭവമാണ്. ആ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനും കുഴപ്പമില്ല. ഈവൻ സീരിയസ് ആയ പേഷ്യൻസിനെ പോലും ആശ്വസിപ്പിച്ച് അവരെ സുഖപ്പെടുത്തി വിടാനായിട്ട് സാധിച്ചതിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വരുമ്പോഴേക്കും മറ്റുള്ളവരുടേത് പോട്ടെ, സിസ്റ്ററിന് തന്നെ സ്വയം എന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ, ഇതെങ്ങനെയാകും, എൻ്റെ സിസ്റ്ററിനൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു മനോവിഷമമൊക്കെ ഉണ്ടാവില്ലേ? അതിന് സിസ്റ്റർ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സത്യത്തിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട്. തുടക്കത്തിൽ ഒരാഴ്ച ഈ ആശുപത്രിയിൽ ഏറ്റവും ആദ്യം പോസിറ്റീവായത് എൻ്റെ പേഷ്യൻ്റാണ്. ഞാനാണ് ടെസ്റ്റിന് എടുത്തത്. അന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു 2 ആഴ്ച ഞാൻ ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. എനിക്ക് രോഗമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ. അപ്പോഴേക്കും ആ പേടിയൊക്കെ പോയി. പിന്നെ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയിൽ പോകാനായിട്ട് എനിക്ക് ആ കോവിഡിനെ കുറിച്ച് വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. കോവിഡ് എന്ന മഹാമാരി കേരളത്തിൽ തുടക്കം കുറിച്ച നാൾ, ഏറെ സങ്കീർണതകൾ നിറഞ്ഞ രോഗീ പരിചരണം, ഏറെ ഭയം നിറയുന്ന ആശുപത്രികൾ, രോഗികളാകുന്നവർ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ, ഏവരും ഭയപ്പെടുന്ന ആ നാളുകൾ മുതൽ
ഇന്നോളം ഒരു മടിയും ഭയവും കൂടാതെ സേവനം ചെയ്ത അനേകം ആരോഗ്യ പ്രവർത്തകരിൽ ഈ സന്യാസിനിയുടെ ത്യാഗോജ്വലമായ സേവനവും ഇടം നേടുന്നു. രോഗികൾക്ക് ആലംബമായി, തളർന്നു പോകുന്നവർക്ക് സാന്ത്വനമായി സുവിശേഷത്തിന്റെ സ്നേഹസുഗന്ധം അനേകർക്ക് നൽകി ഇന്നും ഈ സേവനം തുടരുന്നു. സിസ്റ്ററിനെ പറ്റി ഈ നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത് സിസ്റ്ററിൻ്റെ ജീവിതത്തെ ഒറ്റ വാക്കുകൊണ്ട് ഒന്ന് ഉപമിക്കുകയാണെങ്കിൽ ഡെഡിക്കേഷൻ എന്നാണ്. സിസ്റ്ററിൻ്റെ ആയിരിക്കുന്ന മേഖലയോടുള്ള ആ ഒരു താല്പര്യവും അതിനോടുള്ള ഒരു സന്നദ്ധതയും ഒക്കെയാണ്. എങ്ങനെയാണ് സിസ്റ്റർ ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയത്? ഞാൻ ഒന്നുകൂടി ഒന്ന് കൂട്ടിച്ചേർക്കുവാണ്. ആ ഒരു ഡെഡിക്കേഷനിൽ സിസ്റ്ററിൻ്റെ സന്യാസ വിളി നൽകിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്താണ്? ദൈവം പരിപാലിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞേക്കുന്ന കാര്യമാണ്. കാരണം എൻ്റെ ദൈവവിളിയുടെ തുടക്കം തന്നെ അതിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. കാരണം ഞാൻ സിസ്റ്ററാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ക്യാമ്പിന് വേണ്ടി പോന്നു. വരാനും വരില്ല എന്നും പറഞ്ഞില്ല, പക്ഷെ വരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെ തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് അറിയുന്നതിന് മുമ്പാണ് എൻ്റെ അമ്മച്ചി ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. പള്ളിയിൽ കുർബാന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കാണ് ആക്സിഡൻറ്റിൽ അമ്മച്ചി മരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പോരാൻ പറ്റിയില്ല. പിന്നെ വീട്ടിലെ മൂത്തത് ഞാനാണ്. +2 ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെയുള്ളൊരു പയ്യൻ വന്ന് പറയണത്, സ്മിത എന്ന പഴയവർ സ്മിതേനെ കോൺവെൻറ്റിൽ സിസ്റ്റർ അന്വേഷിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിക്കാത്തൊരു നേരത്താണ് ഞാൻ സിസ്റ്റർ എന്തിനാണോ അവ വിളിക്കണതെന്ന് ഓർത്ത് മടത്തി ചെന്നപ്പോഴേക്കും സിസ്റ്ററാണ് പറഞ്ഞത്, സ്മിത അന്ന് നമ്മൾ പോണ കാര്യമൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ റിസൾട്ട് വരാറായി, ഇപ്പം ചിന്തിക്കണ്ടേ. അപ്പോഴാണ് പിന്നെ ഞാൻ 10 കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അതിനെക്കുറിച്ചൊരു ചിന്ത വന്നിട്ടില്ല. അപ്പം ഞാൻ മൂത്തത് ഞാനാണ്. അനിയത്തി എന്നെക്കാളും 2 വയസ്സ് ഇളയത്. ആങ്ങളെ തീരെ ചെറുത് 4ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. പിന്നെ അപ്പച്ചന് താറാവിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ വീട്ടിൽ മുഴുവൻ നേരം നിൽക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. കാര്യം 15-17 വയസ്സുള്ളെങ്കിലും വീട്ടിലൊരു ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുമായിരുന്നു. അനിയത്തി അവരെ നോക്കാനുമുള്ള കാര്യം. അപ്പോൾ പോന കാര്യം ചിന്തിച്ചപ്പം ഇവരെ ഇട്ടിട്ട് എങ്ങനെ പോരും എന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ. പക്ഷെ അന്ന് അപ്പച്ചനോട് പോണ കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ പോകണ്ടെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ സന്തോഷത്തോടു കൂടിയൊന്നുമല്ല, പോണേൻ്റെ വിഷമമല്ല, വീട്ടിലെ കാര്യങ്ങൾ ഇതുകൊണ്ട് എങ്ങനെ വിടുമെന്നുള്ളൊരു ചിന്തയായിരുന്നു. പോന്നപ്പോൾ ഒരു ഇത്തിരി വിഷമമുണ്ടായിരുന്നെങ്കിലും പിന്നെ മഠത്തിൽ വന്നേ പിന്നെ എനിക്ക് എൻ്റെ വീട്ടുകാരെക്കുറിച്ചൊരു വേദനിക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. അതിനുള്ള എല്ലാ പരിപാലനയും ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം എനിക്കുണ്ട്. ദൈവം നോക്കിക്കൊള്ളും എന്നുള്ളൊരു അനുഭവം ഉള്ളതുകൊണ്ട് അതാണ് എൻ്റെ ഫുൾ ജീവിതത്തിൽ. ഇപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണേലും വലിയ ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് അല്ലെങ്കിലും ഒരിക്കൽ പോലും സപ്ലിമെൻ്ററി പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം തോറ്റാലുള്ള ആ അവസ്ഥ നമുക്കേ അറിയാവുള്ളൂ, പിന്നെ അത് എഴുതുക എന്നുള്ളത്. MBBSനായാലും PGയിലായാലും ഇപ്പോൾ MD ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു മുൻനിരക്കാർക്കുള്ളൊരു സീറ്റാണ് MD ജനറൽ മെഡിസിൻ. അപ്പം അതിലൊരു എൻട്രൻസ് പരീക്ഷയിലൊരു അവിടുത്തെ കർണാടക എൻട്രൻസിലൊരു 150 താഴെ മാർക്ക്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്കൊരു MD ജനറൽ മെഡിസിൻ കിട്ടുമെന്ന്. പക്ഷേ ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഇതൊരു നല്ലൊരു ഫീൽഡാണെന്നറിയാം, ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷേ ദൈവം ഇങ്ങനെ നൂലിൽ കെട്ടിയിറക്കി തന്ന പോലെയാണ് എനിക്ക് ആ സീറ്റ്. അപ്പോഴും പഠിത്തത്തിലാണേലും ഈ ദൈവപരിപാലനയിലും അത് പറഞ്ഞാൽ തീരില്ല. അത്രയ്ക്കും ഈ ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ ഞാൻ. പിന്നെ അതുകൊണ്ട് എനിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഇതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ പേഷ്യൻസിനെ നോക്കാൻ വന്നാലും എനിക്കൊന്നും വരില്ല എന്നല്ല, ഇപ്പോൾ വന്നാൽ തന്നെ എന്താ ഇത്രയും കാലം ദൈവം നോക്കിയില്ലേ, ഇപ്പോഴും തരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസോടുകൂടെ രോഗികളുടെ അടുത്ത് ചെല്ലാനും ഇപ്പം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ദൈവം ഇത്രയും കാലം നോക്കിയില്ലേ, എൻ്റെ ജീവിതം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സമർപ്പിച്ചേക്കുന്നതാണ്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ അതെല്ലാം ചെയ്യാം. ഭയങ്കര ഒരു സിസ്റ്ററിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട്. കാരണം ദൈവത്തിന് ഞാൻ കൊടുത്തേക്കുന്ന എൻ്റെ ജീവിതം അത് ദൈവം എന്താഗ്രഹിക്കുന്നോ അതുപോലെ ദൈവം വിനിയോഗിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്നും സ്വീകരിക്കുന്ന കൃപകൾ രോഗികൾക്കായി പകർന്നു നൽകുന്ന ജീവിതം, ക്രൂശിതന്റെ കരം പിടിച്ചുള്ള യാത്രകൾ, ദൈവത്തിന്റെ വിളിയോട് വിശ്വസ്തതാപൂർവം
ഉത്തരം നൽകുന്നവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിയുന്ന കൃപകൾ ഏറ്റുവാങ്ങി രോഗികൾക്കായി സമർപ്പണം ചെയ്യുന്ന ഇത്തരം ദൈവവിളികൾ ഇന്നിൻ്റെ സുഗന്ധമാകുന്നു. സിസ്റ്റർ ഈ ഒരു ആതുര ശുശ്രൂഷ രംഗത്ത് വരുമ്പം ഒരു സന്യാസിനി എന്ന നിലയിൽ ഈ ഒരു ഡോക്ടറുടെ ജീവിതത്തെ എത്രമാത്രം കുറച്ചുകൂടി മനോഹരമാക്കാൻ സാധിക്കുന്നുണ്ട്? ചിലപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ വഴിയാകാം, അല്ലെങ്കിൽ സിസ്റ്റർ തന്നെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു, അല്ലെങ്കിൽ സിസ്റ്റർ തന്നെ അനുഭവിക്കുന്ന ഒരു സന്തോഷം വഴിയാകാം ഈ സന്യാസിനി എന്ന ജീവിതവും ഡോക്ടർ എന്ന പ്രൊഫഷനും, ഇത് രണ്ടും കൂടെ നോക്കുമ്പോഴേക്കും എത്രമാത്രം ഇത് തമ്മിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഒരു സുഖപ്പെടുത്തുന്ന, നമ്മൾ വചനത്തിലും ദിവ്യകാരുണ്യത്തിലും ഇരിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന സുഖപ്പെടുത്തുന്ന കർത്താവിനെ രോഗികൾക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തിയും ആ സംരക്ഷണവും ആ ദിവ്യകാരുണ്യ അനുഭവം എൻ്റെ മരുന്നിലൂടെയും ഞാൻ എഴുതുന്ന പ്രിസ്ക്രിപ്ഷനിലൂടെയും രോഗിക്ക് കൊടുക്കുമ്പോൾ അത് ആ സുഖപ്പെട്ട് കാണുമ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് അതിലൂടെ സാധിക്കുന്നുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന വചനമാണ് എൻ്റെ ഒ പിയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ രോഗി വരുമ്പോഴും ആ വചനം മനസ്സിൽ ധ്യാനിച്ച് മരുന്നെഴുതാനും അവർക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. എല്ലാ മഠത്തിനും അല്ലെ എല്ലാ സന്യാസിനി സമൂഹത്തിനും അതിൻ്റേതൊരു ടൈം ഷെഡ്യൂളുണ്ട്. പക്ഷേ സിസ്റ്റർ സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു പ്രൊഫഷൻ എപ്പോഴും അതിനോട് നീതി പുലർത്താൻ പറ്റണമെന്ന് വരില്ല. അവിടെ സിസ്റ്ററിൻ്റെ സന്യാസിനി സമൂഹം എത്രമാത്രം സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമാണ് എൻ്റെ കമ്മ്യൂണിറ്റി. ഇപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ എൻ്റെ ഭക്ഷണം എനിക്ക് ഇവിടെ കൊണ്ടുത്തരും. എൻ്റെ ഓരോ കാര്യത്തിലും പരസ്പരം ശ്രദ്ധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് എനിക്കിവിടെ ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇവിടെ വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. കോവിഡ് കാലം തുടങ്ങിയപ്പോൾ തൊട്ട് അവരുടെ പേഴ്സണൽ പ്രയറിലും കാറസൂസയിലും എൻ്റെ പേരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം വേറെ കമ്മ്യൂണിറ്റികളിലാണെങ്കിലും സിസ്റ്റേഴ്സ് കുറേ പേര് രോഗികളായി കടന്നു പോയി കഴിയുമ്പോൾ പറയും, സിസ്റ്റർ ഉഷസ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുവരെ കോവിഡ് വന്നില്ല, അതിൻ്റെ ഇതല്ല ഞാൻ പറയുന്നത്. അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും എനിക്കിതുവരെ കോവിഡ് വരാതെയും കടപ്പാകാതെയും പോയത്. അല്ലെങ്കിൽ ഇവിടെ 800-ൽ കൂടുതൽ രോഗികൾ ഇപ്പം IP ആയിട്ട് തന്നെ കടന്നു പോയിട്ടുണ്ട്. ഇത്രയും പേരുടെ അടുത്തും എല്ലാ ദിവസവും പോയിട്ടും അങ്ങനെ ഒരു കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് അവർ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് എൻ്റെ ജീവിതം പോണത്. സിസ്റ്റർ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേര് സിസ്റ്ററിൻ്റെ അടുത്ത് വന്നു പോകുന്നുണ്ട്, കോവിഡ് രോഗികളൊക്കെ ആയിട്ട്. ഇവരുടെയൊക്കെ മുൻപിൽ ഈശോയുടെ മുഖമായി മാറാൻ സിസ്റ്ററിന് സാധിക്കുന്നുണ്ട്. അത് സിസ്റ്ററിന് നൽകുന്ന ഒരു സന്തോഷം എത്രമാത്രമാണ്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ ആദ്യം പറഞ്ഞത് എന്ന പോലെ ഈശോയുടെ ആ ഹീലിംഗ് മിനിസ്ട്രിയിൽ സുഖപ്പെടുത്തുന്ന കർത്താവിനെ ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അവരുടെ ഒരു മുഖം ആകെ വ്യാകുലപ്പെട്ട് ഒന്ന് പൈസ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു മുഖം, ആ ഒരു വിഷമിക്കുന്നൊരു മുഖമായിരിക്കും അവർ അഡ്മിറ്റ് ആകാൻ വരുന്ന സമയത്ത്. അഡ്മിറ്റ് ആകാൻ പറയുമ്പോൾ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം നിൽക്കാൻ ആളുണ്ടാവില്ല. ഇപ്പോൾ കോവിഡ് പേഷ്യൻസ് ആണെങ്കിൽ, പ്രായമായവരാണെങ്കിൽ പ്രായമായവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കും, അല്ലാത്തവർ ബൈസ്റ്റാൻഡർ ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ ഒരു നമ്മൾ ഈ ചെല്ലുന്ന നേഴ്സും ഡോക്ടറും മാത്രമേ അവരുടെ അടുത്ത് ചെല്ലുന്നുള്ളൂ. അല്ലാത്ത രോഗികളാണെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സൊക്കെ ഉണ്ടാകും. ആ വരുന്ന മുഖവും അവർ പോകുന്ന മുഖവും എൻ്റർലി ഡിഫറെൻ്റാണ്. അപ്പോൾ നമുക്ക് അവർ പോകുമ്പം എന്നിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം, മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതുന്ന മരുന്നാണല്ലോ. അത് കൂടാതെ നമ്മുടെ മറ്റുള്ള സർവീസുണ്ട്, ഇഞ്ചക്ഷൻ കൊടുക്കുന്ന നഴ്സുമാരെല്ലാവരും. എന്നാലും എന്നിലൂടെയാണല്ലോ ദൈവം ആ സുഖപ്പെടുത്തി വിട്ടതെന്നുള്ള അവരുടെ ആ മുഖത്തുള്ള സന്തോഷം കാണുമ്പം ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. സിസ്റ്റർ തിരിഞ്ഞു നോക്കുമ്പോൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും തമ്പുരാൻ പരിപാലിച്ച ഈശോ കൈപിടിച്ച് നടത്തിയത്. പെട്ടെന്ന് ഓർക്കുമ്പോൾ, കാരണം സിസ്റ്ററിൻ്റെ പഠന മേഖലയും ഈ ഒരു ജോലി മേഖലയൊക്കെ എടുത്തു പെട്ടെന്ന് നോക്കുമ്പോൾ തമ്പുരാൻ കൈപിടിച്ച് നടത്തിയ ഏതെങ്കിലും 1-2 ഇൻസിഡൻസ് ഒക്കെ ഒന്ന് വിവരിക്കാമോ? ഓർത്ത് നോക്കിയാൽ എല്ലാം തമ്പുരാൻ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എണ്ണി പറയാൻ തുടങ്ങിയാൽ അത് തീരുമില്ല. ഞാൻ പെട്ടെന്ന് ഓർത്തൊരു സംഭവം പറയാം. PG എല്ലാം കഴിഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് ബാംഗ്ലൂർ അവിടെ യൂണിവേഴ്സിറ്റി പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മൈസൂർ കോർട്ടിൽ നിന്ന് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി കിട്ടണമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തന്നെയാണ്, എനിക്ക് കോർട്ടിനെക്കുറിച്ചും അങ്ങനെയുള്ളൊരു കാര്യങ്ങളെക്കുറിച്ചും ഒരു പരിചയവും ഇല്ല. അപ്പം ഒറ്റയ്ക്ക് ഞാൻ ഈ മൈസൂർ കോർട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴേക്കും ഒരു പ്രദേശം മുഴുവൻ ഈ പ്രദേശം തന്നെയാണ്. ഞാനാകെ ഒരു ചെറിയ പെരുമ്പാവൂർ കോർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാനിത് എന്ത് ചെയ്യും? പിന്നെ കന്നഡ അത്യാവശ്യം അറിയാമെങ്കിൽ ഇത് ആരോട് ചോദിച്ച് എവിടെ നിന്ന് ശരിയാക്കി കിട്ടും എന്നിങ്ങനെ ചോദിച്ച് നിന്നപ്പം
ഒരു പയ്യനെ കണ്ടപ്പോൾ അത് അവിടുത്തെ പിയൂണാണെന്ന് തോന്നി. അതുപോലെ ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്ക് ഈ സാധനമാണ് കിട്ടേണ്ടത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഈ പയ്യൻ എന്നെ എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം മേടിച്ച് തന്നു, വക്കീലിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നു, അതെങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള ആളുടെ അടുത്ത് പോയി ടൈപ്പ് ചെയ്യേണ്ട ആളുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി അവിടുന്ന് മാറ്റർ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ആ പയ്യന് എന്തോ എമർജൻസിക്ക് പോകേണ്ടി വന്നിട്ട് ഓടിപ്പോയി അവൻ്റെ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു. എന്നിട്ട് ഒരു വരി നിന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ 10 രൂപ മേടിച്ച് എന്തോ ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ പൈസ മേടിക്കും, അതുകൊണ്ട് ഇവൻ തന്നെ പോയി എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. ഈ പയ്യനെ ഞാൻ അറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അതൊരു ദൈവം അയച്ചൊരു മാലാഖയെ പോലെ തോന്നി. അവസാനം ഞാൻ ആ പേര് ചോദിച്ചു. ഇപ്പോഴും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ ജീവിതം മുഴുവൻ നോക്കിയാലും എല്ലാം ദൈവത്തിൻ്റെ പരിപാലന. എല്ലാം ഇപ്പം പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ സ്ഥലത്ത് തനിച്ച് ചെല്ലുമ്പോഴും ആരെങ്കിലുമൊക്കെ ദൈവം മുമ്പിൽ കൊണ്ടുതരും. എനിക്ക് വേണ്ട കാര്യങ്ങൾ, എനിക്ക് വേണ്ടതല്ല, ദൈവം വിചാരിച്ച കാര്യങ്ങൾ എന്നിലൂടെ നടത്തി തരാൻ ആരെങ്കിലുമൊക്കെ ഉപകരണമാക്കും. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, തൻ്റെ തൂലുകൾ കൊണ്ട് അവിടെ നിന്ന് തന്നെ മറിച്ചുകൊള്ളും, തൻ്റെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും എന്ന് പറയുന്ന പോലെ എല്ലായിടങ്ങളിലും ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി വ്യക്തമായിട്ട് മാലാഖയെ അയച്ച് ദൈവം സംരക്ഷിക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ സിസ്റ്റർ ഇതും അനേകം മാലാഖന്മാരുടെ കേന്ദ്രമാണ്. ഈ ഒരു ആശുപത്രിയും അനേകം മാലാഖന്മാരെ പ്രതീക്ഷിച്ചാണ് ഇവിടെയും ആളുകൾ വരുന്നത്. ഇവിടെ സിസ്റ്റർ ആയിരിക്കുമ്പം ഇത്തരത്തിലുള്ള അനുഭവം തമ്പുരാൻ തുണച്ച അനേകം അനുഭവങ്ങളുണ്ടാകും. പെട്ടെന്ന് ഓർത്തെടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈയിടെയായിട്ട് ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ സീരിയസ് ആയിട്ട് ന്യൂമോണിയ ആയിട്ട് ഇവിടെ അഡ്മിറ്റായി. അപ്പം നല്ല സീരിയസ് ആയിരുന്നു ആള്. അപ്പോൾ ആളെ ഇവിടെ ട്രീറ്റ് ചെയ്യണോ അതോ ഇനി ഏതെങ്കിലും ഇതിനേക്കാൾ വലിയൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണ് ട്രീറ്റിംഗ് ഡോക്ടർ സിസ്റ്ററിൻ്റെ. അപ്പം പ്രൊവിൻഷ്യലമ്മ പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യാം. ആദ്യം ഒരു ചങ്കടിപ്പൊക്കെ തോന്നിയെങ്കിലും ദൈവം എന്നിലൂടെ സിസ്റ്ററിനെ സുഖപ്പെടുത്താനായിട്ട്, സിസ്റ്റർ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് നോർമലായിട്ട് ഇവിടെ നിന്ന് പോയി. അപ്പം മറ്റുള്ളവർ കുറേ അപ്രീസിയേഷനൊക്കെ തന്നുവെങ്കിലും ഞാൻ ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചതിനെ ഓർത്ത് വളരെയധികം ദൈവത്തിന് നന്ദി പറയുകയാണ്. അതൊരു ക്രിട്ടിക്കൽ ഡിസിഷൻ ആയിരുന്നു, സിസ്റ്ററിനെ ഇവിടെ ട്രീറ്റ് ചെയ്യണോ അതോ വേറെ ഹയർ സെൻ്ററിലേക്ക് റെഫർ ചെയ്യണോ എന്ന്. പ്രൊവിൻഷ്യലമ്മ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ ആ ഡിസിഷൻ എടുക്കാനും സിസ്റ്ററിനെ ട്രീറ്റ് ചെയ്യാനും ദൈവം എന്നിലൂടെ ഇടപെട്ടതിനെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഈ ഇൻസിഡൻ്റ് ഉൾപ്പെടെ അനേകം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്ന, ടെൻഷൻ അടുപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ സിസ്റ്റർ കടന്നു പോയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കോവിഡ് തുടങ്ങിയ പിന്നെയൊക്കെയും അവിടെയൊക്കെയും നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ കൗദാശിക ജീവിതത്തെ പറ്റിയാണ്. വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം പോലെ എത്രമാത്രം ഈ കുർബാനയോട് അടുപ്പിച്ചുള്ള ജീവിതം, കുമ്പസാരത്തിനോട് അടുപ്പിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ കൗദാശിക ജീവിതം സിസ്റ്ററിനെ സ്വാധീനിക്കുകയും ഈ ഒരു ലൈഫിൽ വലിയൊരു ശക്തിയായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഒരു സന്യാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതമാണ്. ഇപ്പോൾ ഞങ്ങളുടെ അമ്മയായ, അതായത് കോൺഗ്രിഗേഷനിലെ വിശുദ്ധ ക്ലാര ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി സ്വീകരിച്ച ഒരു അമ്മയാണ്. അമ്മയുടെ മക്കളായിട്ട് തുടരുന്ന ഞങ്ങളും അതേ പാത തന്നെയാണ് പിന്തുടരേണ്ടത്. അപ്പോൾ അനുദിനം ദിവ്യകാരുണ്യത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ലഭിക്കുന്ന ആ ശക്തിയാണ് ഓരോ നിമിഷവും ഈ രോഗികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് എനിക്ക് പ്രചോദനം നൽകുന്നത്. പിന്നെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മളിലൂടെ വന്നുപോയ തെറ്റുകൾ ആ പാപമോചനം നേടി കൂടുതൽ വിശുദ്ധിയോടുകൂടെ കടന്നു ചെല്ലുമ്പോഴാണല്ലോ നമ്മളിലൂടെയുള്ള ആ സൗഖ്യം മറ്റുള്ളവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് വിശുദ്ധ കുമ്പസാരത്തിലൂടെയും സാധിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 1.5 വർഷം ഇങ്ങനെ എടുത്ത് നോക്കുമ്പം അനേകം പേരെ സിസ്റ്റർ കണ്ടുമുട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ സിസ്റ്റർ വളരെയധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറൊന്നുമല്ല. MD കഴിഞ്ഞ അധികം നാളുകളാകാതെ ഈ ഒരു ദൗത്യത്തിലേക്ക് കടന്നു വന്നപ്പം ഒരുപാടധികം സങ്കീർണതകളുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സിസ്റ്ററിന് എന്ത് തോന്നുന്നു? ഒരു സന്യാസി എന്ന നിലയിലും ഒരു ഡോക്ടർ എന്ന നിലയിലും ഹൗ ഡു യു ഫീൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവവചനമാണ്. അത് വെള്ളിയോടനുബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എഴുതാറുള്ളതും പറയാറുള്ളതും ഒരു വചനമാണ്. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയ അശക്തമായവയെയും.
അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായ ഒരു വചനമാണ്. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മേന്മ കൊണ്ടോ എന്നിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടും അല്ല ദൈവം എന്നെ ഈ ഒരു ഡോക്ടർ എന്ന പദവിയിലേക്ക് ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരാളെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ദൈവത്തിന് ഇടപെടാൻ ഒരു ഉപകരണമായി എന്നെ തിരഞ്ഞെടുത്തു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓരോ രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോഴും ദൈവം എന്നിലൂടെ പ്രവർത്തിക്കും, ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്നൊരു ചിന്തയോടുകൂടിയാണ് ഞാൻ ചെല്ലുന്നത്. സിസ്റ്റർ, നമുക്ക് ചുറ്റും ഒരുപാട് ആശുപത്രികളുണ്ട്. ഈ ആശുപത്രികളിലൊക്കെയായി ആയിരക്കണക്കിന് ഡോക്ടർമാരുണ്ട്. പക്ഷേ ചുരുക്കം ചിലരാണ് സന്യാസിനിമാരായ ഡോക്ടർമാരുള്ളൂ. ഈ സന്യാസ ജീവിതം ഈ ഡോക്ടറുടെ പ്രൊഫഷനെ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? അതായത് ഒരു രോഗിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു സാധാരണ ഡോക്ടർ കടന്നു ചെല്ലുന്നതും ഒരു സിസ്റ്ററായ ഡോക്ടർ കടന്നു ചെല്ലുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സിസ്റ്ററിന് അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്രമാത്രം സിസ്റ്ററിൻ്റെ ഈ ഒരു കർമ്മരംഗത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ട്? പകുതി രോഗങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. പനി, ചുമ, അങ്ങനെ അസുഖങ്ങൾ കുറേ ഒത്തിരി ഉണ്ടാകും. അത് മരുന്ന് കൊടുത്താൽ ട്രീറ്റ് ചെയ്യും. പക്ഷേ എല്ലാ രോഗങ്ങളും മരുന്നുകൊണ്ട് മാത്രം മാറുന്ന രോഗങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ മരുന്ന് എഴുതുന്നതിന് മുൻപേ രോഗിയുടെ മനസ്സിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ രോഗത്തിൻ്റെ ചിലപ്പം എന്തെങ്കിലും കാരണം കാണും മനസ്സിൽ. അവരുടെ വിഷമോ ദുഃഖമോ അതെല്ലാം ഒരാളുടെ ആരോഗ്യത്തെ ശാരീരികമായത് മാത്രമല്ല രോഗം. അപ്പോൾ അവരുടെ രോഗം ശരിക്കും ആകണമെങ്കിൽ ചിലപ്പോൾ അവരെ ഒരു 5 മിനിറ്റ് കൊണ്ടൊന്നും നോക്കിയാലൊന്നും തീരുമില്ല. കുറച്ച് സമയം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ അവരുടെ ബുദ്ധിമുട്ട്, വിഷമങ്ങൾ, കാരണങ്ങൾ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ പകുതിയിലധികം പേരുടെ പകുതി രോഗം മാറും. പിന്നെ അധികം മരുന്നും എഴുതേണ്ടി വരില്ല. അപ്പോൾ അവരോടൊന്ന് ഒരു ഡോക്ടർ എന്ന നിലയിലല്ല, അല്ലാതെ ഒരു സിസ്റ്റർ എന്ന നിലയിൽ കുറച്ചുകൂടെ അവരോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ വിശേഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കുറച്ച് നേരം എടുത്ത് അവർ കാര്യങ്ങൾ പറയും. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറോട് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖം മാറി, ഇനി ഞാൻ വരും. ചില പേഷ്യൻസ് ഉണ്ട് ആഴ്ചയിലും മാസത്തിലൊക്കെ വെറുതെ ടിക്കറ്റ് എടുത്ത് വരും. പ്രത്യേകിച്ച് മരുന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. അവരോട് കുറച്ച് വർത്തമാനം പറഞ്ഞാൽ മാത്രം മതി. പിന്നെ എന്തെങ്കിലും ചിലപ്പം അത് വലിയ മരുന്നുകളൊന്നുമല്ല, എന്തെങ്കിലും ചെറിയ മരുന്ന് മാത്രം മതി. അതുപോലെ അത് എനിക്ക് തോന്നുന്നു അതൊരു സിസ്റ്ററായ രീതിയിൽ അവരൊരു ആശ്വാസത്തിന് വേണ്ടി വരുന്ന അതാണ് അവരുടെ ആവശ്യമായ മരുന്ന് അതാണ്. ഉറപ്പായിട്ടും എല്ലായിടത്തും അത് ദേശഭാഷ വ്യത്യാസം ഇല്ലാതെ. സിസ്റ്റർ അതാണ് PG ചെയ്തപ്പോഴത്തെ കാര്യം സിസ്റ്റർ പറഞ്ഞതും, തലയിൽ മുണ്ടിട്ട സിസ്റ്റർ എവിടെയാ, ഡോക്ടർ എവിടെയെന്ന് ചോദിച്ചെന്ന് പറഞ്ഞത് എല്ലായിടത്തും ഒരു അക്സെപ്റ്റൻസ് സിസ്റ്ററിന് കിട്ടുന്നുണ്ട്. കൗതുകത്തിൻ്റെ പുറത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ സന്യാസം, ഡോക്ടറുടെ ജീവിതം, എന്ത് തിരഞ്ഞെടുക്കും? സന്യാസം. അതെന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഡോക്ടർ എന്നുള്ളത് ഞാൻ സന്യാസിയായപ്പോൾ എനിക്ക് എൻ്റെ സഭ നൽകിയൊരു ആനുകൂല്യമല്ല, സഭയുടെ ഒരു പ്രേക്ഷിത പ്രവർത്തനം, ആതുര രംഗത്തുള്ള പ്രേക്ഷിത പ്രവർത്തനം നിർവഹിക്കാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തു. ഞാനല്ലെങ്കിൽ വേറൊരാൾ ചിലപ്പോൾ തിരഞ്ഞെടുക്കുമായിരിക്കും. അതെനിക്ക് സഭ നൽകിയൊരു ആനുകൂല്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് പ്രധാനം സന്യാസം തന്നെയാണ്. ഒരുപാട് പേര് സന്യാസവിളി താല്പര്യപ്പെടുന്നവരുണ്ട്. ചിലരൊക്കെയും പല കാരണങ്ങളാൽ പുറകോട്ട് വലിയുന്നവരുണ്ട്, ആഗ്രഹമുണ്ടായിട്ടും. അവിടെ പലരും പറയാറുള്ളത് അവരുടെ ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അവരുടെ അവരുടെ കഴിവുകളൊക്കെ നിഷേധിക്കപ്പെടുന്നു ഉള്ളതാണ്. അവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കാനൊക്കെ കഴിവുണ്ടായിരുന്ന ഒരാളെ സന്യാസ സഭ തന്നെ ഒരു ഡോക്ടറായിരിക്കുമ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, നമ്മുടെ കഴിവുകളും നമ്മുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും നിഷേധിക്കപ്പെടുന്ന സ്ഥലമാണോ ഈ സന്യാസ ഭവനം എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ അയക്കുന്ന സഭയിൽ എൻ്റെ 100% എൻ്റെ കഴിവുകളെ വികസിപ്പിക്കാനായിട്ട് എൻ്റെ കോൺഗ്രിഗേഷൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിൽ എൻ്റെ കോൺഗ്രിഗേഷന് 100% കോൺഫിഡൻസ് ഉണ്ട്. അതൊരിക്കലും എന്നെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്കെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, കൃത്യമായൊരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടേതായ എല്ലാ കഴിവുകളെയും നമ്മുടേതായ എല്ലാ ആഗ്രഹങ്ങളെയും വികസിപ്പിക്കാനുള്ള മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ കീഴിൽ അവയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സന്യാസ സഭകളും ഇന്ന് ഉറപ്പാക്കുന്നുണ്ട്. സിസ്റ്റർ, നമ്മൾ അവസാനിപ്പിക്കും മുമ്പ് സിസ്റ്ററിനോട് വളരെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ്.
സിസ്റ്റർ ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് സന്യാസത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. അനേകം തെറ്റിദ്ധാരണകൾ ജനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒറ്റ ചോദ്യത്തിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ സന്യാസ വിളി സിസ്റ്ററിന് നൽകുന്ന ആനന്ദം? എനിക്ക് പരിപൂർണ്ണ സന്തോഷമാണ്. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാലുള്ള ഉത്തരം. പിന്നെ പറഞ്ഞാൽ ദൈവം സ്വന്തമായിട്ട് ഉള്ള ഒരാൾക്ക് വേറെ ഒരു സങ്കടത്തിനോ പരിഭവത്തിനോ നിരാശയ്ക്കോ ഒന്നും ഒരു സ്ഥാനം ഇല്ല. അപ്പോൾ പിന്നെ ഒരു പരിപൂർണ്ണ ദൈവം എനിക്ക് സ്വന്തമായിട്ടുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം. പിന്നെ അതിനകത്തൊരു വേറെ എന്താ ആവശ്യം? വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. സിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് അത് വ്യക്തമാണ്. കാരണം എനിക്കെൻ്റെ ദൈവം, ദൈവത്തിന് ഞാനും, ആ ഒരു പേഴ്സണൽ ബോണ്ടിങ് എപ്പോഴും മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് സന്യാസം അതൊരു ലഹരി തന്നെയാണ്. സിസ്റ്ററിനെ സംബന്ധിച്ചത് അങ്ങനെ തന്നെയാണ്. സിസ്റ്റർ ഒത്തിരി സന്തോഷമാണ് സിസ്റ്ററിനോട് കൂടിയായിരുന്നു ഈ സമയം മുഴുവനും. എല്ലാ പ്രാർത്ഥനകളും ഭാവങ്ങളും നേരുകയാണ്. നല്ലൊരു ഡോക്ടറായിട്ട് അനേകം പേർക്ക് ഈശോയുടെ മുഖമായി മാറി ശുശ്രൂഷ ചെയ്യാൻ സിസ്റ്ററിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു സന്യാസിനിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധമായ ജീവിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. താങ്ക് യു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും.